ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുമെന്ന ഭീഷണി പലതവണ വന്നു കഴിഞ്ഞു. ഇപ്പോൾ യുദ്ധം അവസാനിച്ചിരിക്കുന്നു എങ്കിലും ആ ഭീതിയിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നില്ല. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ പോലും ഇന്ത്യയെ ബാധിക്കില്ല എന്ന ഒരു വസ്തുതയുണ്ടല്ലോ, അതെന്താണ്? തീർച്ചയായും ഈ പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ തീർന്നു. ഇസ്രയേലും ഇറാനും കഴിഞ്ഞ രാത്രി മിസൈലുകൾ വർഷിച്ചില്ല എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അമേരിക്ക എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. പ്രശ്നം തീരുന്നുവെന്നാണ് സൂചന. പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും തന്ത്രപ്രധാന ഹോർമൂസ് കടലിടുക്കിൽ തടസ്സം നേരിടുകയും ചെയ്താൽ ഇന്ധന വിതരണം ആകെ ആശങ്കയിലാകുമെന്നുള്ളൊരു പേടി ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇത് എല്ലാ സാമ്പത്തിക സ്ഥിതിയും തകിടം മറിയും. കാരണം നമ്മുടെ പെട്രോളിനൊക്കെ വില കൂടുകയും പെട്രോൾ ലഭിക്കാതിരിക്കുകയും ചെയ്താൽ വില ഇരട്ടിയാവുകയും പിന്നീട് നിത്യോപയോഗ സാധനങ്ങൾക്കടക്കം വില കൂടുകയും എല്ലാവരുടെയും ജീവിത നിലവാരത്തിൽ വരെ അത് മാറ്റം സംഭവിക്കും. അപ്പോൾ ഇതിനിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഇന്ത്യയെ ബാധിക്കില്ലെന്നാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്നത്. അതായത് ഇന്ത്യ സേഫാണെന്നാണ് സൂചന. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ റഷ്യ, പടിഞ്ഞാറൻ ആഫ്രിക്ക, US, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എണ്ണ കൂടുതലായി വാങ്ങാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. കാരണം ഇന്ത്യ ഇത് മുൻകൂട്ടി കണ്ടിട്ട് പ്രിക്കോഷൻസ് എടുക്കുകയാണ്. പേർഷ്യൻ കടലിടുക്ക് ഒഴിവാക്കിയുള്ള വ്യാപാര പാതയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ലെന്നാണ് കേന്ദ്രം നൽകുന്ന സൂചന. അതിലൊക്കെ മോദി സർക്കാർ വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിൽ നിന്ന് മാത്രം വാങ്ങാതെ വിവിധ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യൻ തന്ത്രമാണ് ഇതിന് കാരണം. നിലവിൽ ഇന്ത്യയിലേക്കുള്ള പെട്രോളിയം ടാങ്കറുടെ ഭൂരിഭാഗവും ഹോർമൂസ് കടലിടുക്ക് വഴിയല്ല രാജ്യത്തേക്ക് എത്തുന്നത്. ഇതിനു പുറമെ അടിയന്തര ആവശ്യത്തിനായി രാജ്യത്തിൻ്റെ 3 ഇടങ്ങളിൽ ഇന്ത്യ തന്ത്രപരമായ എണ്ണ ശേഖരവും ഒരുക്കി വെച്ചിട്ടുണ്ട്. 70-74 ദിവസം വരെ രാജ്യത്തിന് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എപ്പോഴും ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക, ഒരു 3 മാസത്തിനടുത്തുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ക്ഷാമമില്ലാതെ വരും. ഇതിന് പുറമെയാണ് 10 ദിവസത്തോളം ഉപയോഗിക്കാൻ പാകത്തിൽ കരുതൽ ശേഖരവും സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 3 മാസത്തേക്ക് ഉള്ളത് എന്ത് എണ്ണ കിട്ടാതെ വന്നാൽ പോലും 3 മാസത്തേക്ക് ഒരു ദാരിദ്ര്യവും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കേന്ദ്രങ്ങൾ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, കർണാടകയിലെ മംഗളൂരു, പതൂർ എന്നീ സ്ഥലങ്ങളിലായി ഭൂമിക്കടിയിൽ 5.33 മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ശേഖരമാണ് ഉള്ളത്. ഭൗമോപരിതലത്തിൽ നിന്നും 90 മീറ്റർ താഴ്ചയിൽ കിലോമീറ്ററുകളോളം നീളത്തിലുള്ള കരിങ്കൽ അറകളിലാണ് എണ്ണ സൂക്ഷിക്കുന്നത്. 30 നില കെട്ടിടത്തിൻ്റെ ആഴത്തിലാണ് ഈ അറകളുള്ളത്. രാജ്യത്തിന് ആവശ്യമായി വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 80% വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിയിലൂടെയാണ് ഇന്ത്യ കണ്ടെത്തുന്നത്. പ്രതിദിനം 5 മില്യൺ ബാരൽ എണ്ണയാണ് ഇന്ത്യക്ക് ആവശ്യമായി വരുന്നത്. മുൻകാലങ്ങളിൽ തിരഞ്ഞെടുത്ത ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഇന്ത്യയുടെ എണ്ണ വാങ്ങിയിരുന്നത്. ഇന്ന് 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഏപ്രിൽ-മെയ് മാസങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിയത് റഷ്യയിൽ നിന്നാണെന്ന് വ്യക്തം. ആകെ ഇറക്കുമതി ചെയ്തതിൻ്റെ 39%. ഉക്രൈൻ യുദ്ധത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത് റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിച്ചിരുന്നു. ഇത് ഇന്ത്യ അവസരമാക്കി മാറ്റി. ജൂണിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ സജീവമാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE, USA, നൈജീരിയ, അങ്കോള, കുവൈറ്റ്, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കടലിടുക്കിൽ പ്രശ്നം വന്നാലും ഇന്ത്യക്ക് യാതൊരു വിധത്തിലുള്ള എണ്ണക്ഷാമവും ഉണ്ടാകില്ല. ഖത്തറിലെ അമേരിക്കൻ സൈനിക ബേസുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിട്ടും എണ്ണ വില കുതിച്ചില്ലെന്ന് മാത്രമല്ല, വലിയ തോതിൽ ഇടിയുകയും ചെയ്തു. ഖത്തറിലെ ഇറാൻ ആക്രമണത്തോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം തന്നെയാണ് എണ്ണവില കുതിച്ചുയരാതിരിക്കാൻ പ്രധാന കാരണം. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചതിന് പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ അവരുടെ എല്ലാ അമർഷവും തീർത്തു കാണുമെന്നും ഇനി വിദ്വേഷം ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. അതെ. ഏതായാലും US-നെതിരെ പ്രതികാരം ചെയ്യാൻ തിരിച്ചടിച്ചുവെന്ന് പ്രതീതി സൃഷ്ടിക്കാനാണ് ഇറാൻ ഖത്തറിലെ ക്യാമ്പ് ആക്രമിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ സമാധാനത്തിനായി സന്ധി ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണവും സമാധാനം പുലരുമെന്ന സൂചനയായിട്ടാണ് കരുതുന്നത്. രാജ്യാന്തര എണ്ണ വിതരണത്തിൻ്റെ 20% നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാൻ പാർലമെൻറ്റും ഇതിന് പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഹോർമൂസ് പാതയിൽ തടസ്സം സൃഷ്ടിക്കാൻ ഇറാൻ ശ്രമിച്ചിട്ടില്ല. ഇറാൻ അതൊരു വെല്ലുവിളി പോലെ അല്ലെങ്കിൽ ഒരു ഭീഷണി പോലെ പറയുന്നതേ ഉള്ളൂ, അവരത് ചെയ്യില്ല. ഇത്തരത്തിൽ നീക്കം നടത്തരുതെന്ന് സൗഹൃദ രാഷ്ട്രമായ ചൈനയുടെ മുന്നറിയിപ്പും ഇറാനെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ചൈനയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. റഷ്യയും ചൈനയും അടക്കം ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇറാന് പ്രസ്താവനകളിലൂടെയെങ്കിലും പിന്തുണ നൽകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് യാതൊന്നും തന്നെ നോക്കാനില്ല. കാരണം ഇന്ത്യ എണ്ണ
പല വിധത്തിൽ വാങ്ങുന്നു. കരുതൽ ശേഖരമുണ്ട്, 3 മാസത്തേക്കുള്ള കരുതൽ ശേഖരമുണ്ട്. അതുകൊണ്ട് ഇറാൻ്റെ ആ ഒരു ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യക്കൊന്നും ചിലവാകില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും ഒക്കെ മാത്രമാണ് അവർക്കൊരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഇത് അടയ്ക്കല്ലേ എന്നൊക്കെ വിളിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇപ്പോൾ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരു കാരണവശാലും ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ തയ്യാറാകില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ളൊരു തുറുപ്പ് ചീട്ട് അത് മാത്രമാണ്. പക്ഷേ ഇറാൻ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോകാനുള്ള ശ്രമമായിരിക്കും നടത്തുക, അല്ലേ? തീർച്ചയായിട്ടും ഇറാന് ഈ പറയുന്ന രീതിയിൽ ഒരു യുദ്ധം ഉണ്ടാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ആണവ പദ്ധതി താളം തെറ്റും. അവരുടെ രാജ്യത്തിലെ അധികാരം കൈയാളുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ തിരിച്ചടി കിട്ടും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇറാൻ ഈ പറയുന്ന എല്ലാ സമ്മർദ്ദതന്ത്രവുമായി സകല രാജ്യങ്ങളെയും സമീപിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാന് കൃത്യമായി അറിയാം ഇനി പണിയാണ് വരാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഒരു സൂത്രക്കാരൻ്റെ രീതിയിലേക്ക് മാറുന്നത്. തങ്ങൾക്ക് സമാധാനം മതി എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്നത്. പക്ഷേ ഇസ്രയേൽ ഇതിനെ വിടാനൊരുങ്ങിയിട്ടില്ല. കാരണം ഇറാൻ്റെ അവസാന ലക്ഷ്യം ഇസ്രയേലിൻ്റെ നശീകരണമാണ് എന്നുള്ളത് കൊണ്ട് ഇസ്രയേൽ ഇതിനെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. പക്ഷേ നമുക്കിവിടെ പല കാര്യങ്ങൾ കൂട്ടി വായിക്കാൻ കഴിയും. എന്തൊക്കെയാണ്? ഒന്ന്, അമേരിക്കയുടെ നയം മാറ്റം, ട്രംപിൻ്റെ സ്വഭാവ മാറ്റം. ട്രംപ് ഒരു അഗ്രസീവ് പൊളിറ്റിക്സിൽ നിന്ന്, അതായത് ക്യാപിറ്റോൾ ആക്രമണമൊക്കെ നടത്തിയത് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന അഗ്രസീവ് പൊളിറ്റിക്സിൽ നിന്ന് ഒരു 4 വർഷത്തെ ഇടവേള എടുത്തപ്പോൾ തനിക്ക് നോബൽ സമ്മാനം കിട്ടണമെന്നുള്ള രീതിയിലേക്ക് തന്നെ മാറി. ഈ ഇറാൻ കയറി അടിച്ചല്ലോ ഖത്തറിൽ, അമേരിക്കയുടെ കർണത്തേറ്റ അടിയാ. എന്റെ കർണത്തെ അടി ഉണ്ടാ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, സമാധാനം, ഇതിന് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊക്കെ തീർന്നില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് എന്നെ അടിച്ചല്ലോ. ആ ഒരു നാണം കെട്ട രീതിയിൽ നിൽക്കുന്ന അമേരിക്കയുടെ പൊസിഷനാണ് ഇപ്പോൾ അമേരിക്കക്കാരെ ജാള്യതയുടെ വക്കിലേക്ക് തള്ളിവിടുന്നത്. അമേരിക്കക്കാർക്ക് ട്രംപിനെ ഇപ്പോൾ ഇഷ്ടമല്ല. എല്ലാവരും ട്രംപിനെ എതിർക്കുകയാണ്. വളരെ വിരോധം നിറഞ്ഞ മീമുകൾ വരെ, അത് ട്രോളുകൾ വരെ ട്രംപിനെതിരെ വരുന്നുണ്ട്. പലതും നമുക്ക് പരസ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. അത്ര അശ്ലീലം നിറച്ചുകൊണ്ടൊക്കെയാണ് അമേരിക്കക്കാർ ട്രംപിനോടുള്ള വിരോധം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൃത്യമായ പൊസിഷനുണ്ട്. ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ പരമാധികാരത്തെ നിലനിർത്താനായിട്ട്. എന്നാൽ നമ്മൾ ഇറാനെ അങ്ങനെ പരസ്യമായിട്ട് എതിർക്കുകയോ ഇറാൻ നശിക്കണമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾക്ക് നമ്മുടേതായ സ്റ്റാൻഡുണ്ട്. ഈ കശ്മീർ അടക്കം സ്വതന്ത്രമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയ രാജ്യമാണ് ഇറാൻ. പക്ഷേ ഇസ്രായേൽ ഒരിക്കൽ പോലും അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കെപ്പോഴും പിന്തുണയ്ക്കേണ്ട രാജ്യം ഇസ്രായേൽ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇറാനെ ശത്രുവായിട്ട് കാണുന്നില്ല. നമുക്കങ്ങനെ ശത്രുവായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. വലിയ അത്രത്തോളം ഈ പാകിസ്ഥാനെ പോലെ ഉപദ്രവകാരിയൊന്നുമല്ല നമുക്ക് ഇറാൻ എന്നുള്ളതാണ്. ഇറാൻ ഈ പറയുന്ന ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നം നടന്നപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ പോലും പോയില്ല. കാരണം പാകിസ്ഥാൻ ഒരു വൃത്തികെട്ട രാജ്യമാണ്, അത് ബാധ്യത രാജ്യമാണെന്ന് ഇറാന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇറാൻ അധികമായിട്ട് അങ്ങനെ ഇടപെടാറില്ല. പിന്നെ ഇറാൻ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ എണ്ണ കച്ചവടത്തിൽ, ഒരുപാട് ഉപരോധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ പാകിസ്ഥാനെ പിടക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ അനധികൃതമായിട്ട് എണ്ണ കച്ചവടം നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് മെട്രിക് ടൺ ഓയിലാണ് ഓരോ ദിവസവും പാകിസ്ഥാൻ്റെ മേഖലയിൽ വന്ന് ഒരു സുരക്ഷയുമില്ലാതെ ടാങ്കറിൽ കൊണ്ടുവന്ന് കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഒരു ടാക്സും ഇല്ല, ഒന്നുമില്ല. ഇറാൻ്റെ അതിർത്തിയൊക്കെ തുറന്നു കിടക്കുകയാണ്. ആ ഒരു രീതിയിൽ നടക്കുന്ന എണ്ണ വ്യാപാരം പാകിസ്ഥാനുമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇറാന് പാകിസ്ഥാനെ വലിയ പണക്കാനുള്ള താല്പര്യമില്ല. എണ്ണ അങ്ങനെ സുഖിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം സുഖിപ്പിച്ച് സൗഹൃദമൊക്കെ നിലനിർത്തി കഴിഞ്ഞാൽ അയാളുടെ ബാധ്യതയാണെന്നുള്ള ഇറാന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ പറയുന്ന എണ്ണ പ്രതിസന്ധി ഒന്നും ഒരു പ്രശ്നമാക്കില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന, റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെയൊന്നും തന്നെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇന്ത്യ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ആ പൊസിഷനിൽ ഇന്ത്യ വൻ വിജയമാണ് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ തെളിയിക്കപ്പെടുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.